നാവ് ഒരു ബാധ്യതയാകരുത്. നാവ് നന്നായി ഉപയോഗിച്ചാൽ ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ വസ്തു നാവായിരിക്കും. എന്നാൽ മോശമായി ഉപയോഗിച്ചാൽ ഏറ്റവും കൊള്ളരുതാത്ത വസ്തുവായും അത് തീരാം. ഒന്നിനെയും വിശുദ്ധമെന്നോ അശുദ്ധമെന്നോ തരംതിരിക്കാനാകില്ല. ഏത് രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുന്നു എന്നതനുസരിച്ചായിരിക്കും ഓരോന്നിൻ്റെയും നന്മയോ തിന്മയോ നിശ്ചയിക്കാനാവുക. ഒരാൾ നന്നാകാനും നശിക്കാനും അയാളുടെ നാവ് ഉപകരിക്കപ്പെടാം. എന്തു പറയണം എന്നതിനേക്കാൾ എന്തു പറയാതിരിക്കണം എന്ന തിരിച്ചറിവാണ് നാവിൻ്റെ നിയന്ത്രണം സാധ്യമാക്കുന്നത്. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാതിരിക്കുന്നതും പറയരുതാത്ത സമയത്ത് പറയുന്നതും ഒരുപോലെ തെറ്റാണ്. ഒരേ കാര്യം തന്നെ എല്ലാവരോടും ഒരുപോലെ പറയാനാകില്ല. സംവാദകനെ അളന്നു നോക്കി ഇടപെടാൻ നാവിന് ആകണം. നാവ് നന്നാകണമെങ്കിൽ ഹൃദയം നന്നായിരിക്കണം, വിശുദ്ധമായിരിക്കണം. നാവല്ല സംസാരിക്കുന്നത്, ഹൃദയമാണ്. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് നാവ് പ്രസ്താവിക്കുന്നത്. ഹൃദയത്തെയും നാവിനെയും കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാൻ നമുക്കാകട്ടെ. സർവേശ്വരൻ സഹായിക്കട്ടെ. എല്ലാവർക്കും നന്മ നേരുന്നു.